ഞാൻ കെമിസ്ട്രിയിൽ PhD എടുത്തിരിക്കുന്നത് ദേവഗിരി കോളേജിൽ നിന്നാണ് PhD. ഇപ്പം ജോലി എന്ന് പറയുന്നത് PhDയുടെ ഇടയിൽ ഞാൻ ആക്സെഞ്ചറിൽ കയറി. അതിൻ്റെ അകത്ത് എൻ്റെ ടൈറ്റിൽ ഓർഡർ ടു ക്യാഷ് അസോസിയേറ്റ് എന്നാണെങ്കിലും ഞങ്ങൾ ചെയ്യുന്നത് ക്രോസ് ബോർഡർ ട്രേഡ് കംപ്ലയൻസ് എന്ന് പറയും. ബേസിക്കലി കമ്പനീസിന് അവരുടെ മെറ്റീരിയൽസ്, റോ മെറ്റീരിയൽസ് ആണെങ്കിലും മാനുഫാക്ചർഡ് ഗുഡ്സ് ആണെങ്കിലും അതിൻ്റെ കസ്റ്റം സൈഡിലേക്കുള്ള ഹെൽപ്പുകൾ, വാണ്ടഡ് ലിസ്റ്റുകൾ FBI-യുടെ അല്ലെങ്കിൽ നമ്മുടെ ഇൻ്റർനാഷണൽ IB-യുടെ, ബോഡോപോളിൻ്റെ, ഇൻ്റർപോളിൻ്റെ, നമ്മുടെ രാജ്യത്തിൻ്റെ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ ഈ ഡിനൈഡ് പാർട്ടി സ്ക്രീനിങ് എന്ന് പറഞ്ഞൊരു DPS എന്ന് പറഞ്ഞൊരു സാധനം അതും കൂടി നമ്മൾ ഈ ഒരു സെറ്റിൽ ചെയ്യണം. അപ്പം അതിൻ്റെ ഇടയിൽ ഇങ്ങനെ മോദിജിയുടെ ഒരു പ്രഭാവം, യൂത്തിൻ്റെ ഒരു നീഡും എല്ലാം കൂടിയിട്ട് കണ്ടിട്ടാണ് നമ്മൾ പാർട്ടിയിലേക്കും ഇപ്പം ഇങ്ങനെ ഒരു സ്ഥാനാർത്ഥിത്വത്തിലേക്കും വന്നിരിക്കുന്നത്. ശരി, നമുക്ക് ഗോദയിൽ കാണാം. സ്ഥാനാർത്ഥി ആനി സ്റ്റെഫി വോട്ട് തേടി ഇറങ്ങിയിരിക്കുകയാണ്. ജനങ്ങൾ, വോട്ടർമാരെന്ത് പറയുന്നു? വോട്ടർമാരെല്ലാവരും നല്ല ഉഷാറിലാണ്. നമ്മൾ ടിപ്പിക്കൽ കോഴിക്കോട് സ്ലാങ്ങിൽ പറയുകയാണെങ്കിൽ അപ്പം കയറി ചെല്ലുന്നിടത്തെല്ലാം അവർ സ്വന്തം വീട്ടിലൊരു കുട്ടീനെ പോലെയാണ് നമ്മളെ സ്വീകരിക്കുന്നതും അതേപോലത്തെ ഒരു പോസിറ്റീവ് വൈബാണ് നമുക്ക് തരുന്നതും. വോട്ടർമാരോട് എന്താ പറയുന്നത്? പ്രത്യേകിച്ചും ഇപ്പം ചുറ്റും നിങ്ങളൊന്ന് പാൻ ചെയ്താൽ കാണാം ഇവിടെയുള്ള വഴിയുടെ പ്രശ്നങ്ങളെല്ലാം. അപ്പം എല്ലാവരും അതാ പറയണത്, ഈ വഴിയൊന്ന് നന്നാക്കി തരണം. പിന്നെ ഇപ്പോൾ ഇവിടെ നിറച്ച് സ്ട്രേ ഡോഗ്സിൻ്റെ ഒക്കെ പ്രശ്നങ്ങളാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് ശരിയാക്കി തരണം. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ ഒരു പ്രൈമറി ഹെൽത്ത് സെൻ്ററോ അങ്ങനത്തെ ഒരു കാര്യങ്ങളൊന്നും നമ്മുടെ ഈ വാർഡിലില്ല. അപ്പോൾ അതിനെ പറ്റിയിട്ടൊക്കെ ഒന്ന് നമ്മൾ ജയിച്ച് വരുവാണെങ്കിൽ ഇതൊക്കെ സാധിച്ചു തരൂ എന്നുള്ള മട്ടിലാണ് അവർ സംസാരിക്കുന്നത്. വാർഡിലെ വിഷയങ്ങൾ തന്നെയാണ് പ്രധാനമായും മുന്നോട്ട് വെക്കുന്നത് അല്ലേ? വാർഡിലെ വിഷയങ്ങളാണ് പ്രധാനമായിട്ട് മുന്നോട്ട് വെക്കുന്നത്. ജോലി ചെയ്യുന്നത് തന്നെയാണ് എളുപ്പം എന്നൊക്കെ തോന്നാറുണ്ടോ? ഇങ്ങനെ വെയിലൊക്കെ കൊണ്ട് പ്രചരണത്തിന് ഇറങ്ങുമ്പോൾ? അങ്ങനെയില്ല. ഓരോന്നിനും ഓരോന്നിൻ്റെതായ ഒരു ചാലഞ്ച് ഉണ്ടല്ലോ. അത് വെയിൽ കൊള്ളാതിരിക്കുമ്പോൾ അവിടെ സിസ്റ്റത്തിൻ്റെ മുമ്പിൽ ഒരു ചാലഞ്ച് ഉണ്ട്. ഇവിടെ റോട്ടിലേക്ക് ഇറങ്ങി കഴിഞ്ഞ് കഴിയുമ്പോൾ അതൊരു ചാലഞ്ചാണ്. പക്ഷെ ഞാൻ പോസിറ്റീവ് ചാലഞ്ചായിട്ടാണ് ഇതെല്ലാം എടുക്കുന്നത്. നമ്മുടെ നാട്ടിൽ ഒരുപാട് പേര് തൊഴിൽ രഹിതരായ ആളുകളൊക്കെ ഉണ്ട്. ആ സമയത്താണ് ജോലി വിട്ടു വരുന്നതും. ടെൻഷൻ ഉണ്ടോ? നമ്മൾ ജോലി വിട്ട് വന്നു കഴിയുമ്പോൾ അതിൻ്റെതായ ചാലഞ്ചസ് ഉണ്ടാവും. പക്ഷെ അതും ഒരു നല്ല രീതിയിൽ എടുക്കാനാണ് എനിക്ക് ആഗ്രഹം. കോഴിക്കോട് കോർപ്പറേഷൻ BJP NDA സംബന്ധിച്ച് അത്ര വലിയ മുന്നേറ്റമൊന്നും ഉണ്ടായ ഒരു കോർപ്പറേഷൻ അല്ല. നല്ലൊരു മാറ്റം ഉണ്ടാകുന്നതാണോ? അങ്ങനെയാണ് എൻ്റെ പ്രതീക്ഷ. 100% കോർപ്പറേഷൻ പിടിച്ചടക്കണം എന്നാണ് നമ്മുടെ ലക്ഷ്യം. മോദിജിയുടെ ഒരുപാട് പദ്ധതികളുണ്ട്. പലതും നമുക്ക് എത്തിയിട്ടില്ല. എത്തിയത് പലതും നമ്മൾ സെൻട്രലിൽ നിന്ന് പറഞ്ഞിട്ടുള്ള പേരുകൾ പോലും അല്ലാതെയാണ് എത്തുന്നത്. ചുരുക്കി പറഞ്ഞാൽ തെരഞ്ഞെടുപ്പ് താഴെത്തട്ടിലാണെങ്കിലും വോട്ട് മോദിജിക്ക് അല്ലേ? മോസ്റ്റ്ലി മോദിജി വഴി നമുക്കും നമ്മൾ വഴി നമ്മുടെ ചുറ്റുമുള്ളവർക്കും. വന്ദേ മാതരം വന്ദേ മാതരം സുജലാം സുഫലാം മലയജ ശീതലാം സസ്യശ്യാമലാം മാതരം വന്ദേ മാതരം. താങ്ക് യു സോ മച്ച്. ഏതായാലും വലിയൊരു ജോലിയിൽ നിന്ന് തൽക്കാലത്തേക്ക് അവധിയെടുത്താണ് ആനി എരഞ്ഞിപ്പാലം വാർഡിൽ വന്ന് മത്സരിക്കുന്നത്. വലിയ പ്രതീക്ഷയിലാണ് എന്ന് സ്ഥാനാർത്ഥിയും ഒപ്പമുള്ള പ്രവർത്തകരും ഒക്കെ തന്നെ പറയുകയാണ്. നിലവിലിത് ഇടതുപക്ഷത്തിൻ്റെ സിറ്റിംഗ് വാർഡാണ്. അത് പിടിച്ചെടുക്കുമെന്ന പ്രതീക്ഷയോടുകൂടിയാണ് സ്ഥാനാർത്ഥിയുടെ പ്രചരണം പുരോഗമിക്കുന്നത്. ജസ്റ്റിൻ മാത്യുവിനൊപ്പം രാഹുൽ KV, മാതൃഭൂമി.